എട്ടാമത്തെ സെൽഫ് കെയർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ഒരു ഡിഫറെൻറ്റ് ടിപ്പാണ് പറയാനുള്ളത്. മൂവ് ടു ആക്ഷൻ, MTA. എന്താണത്? അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പാട്ട് പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇന്നോട്ട് ജിമ്മിൽ പോകാൻ പോവാണ്. പക്ഷേ കുറേ എന്തൊക്കെയോ തോട്ട്സോ എന്തൊക്കെയോ നെഗറ്റിവിറ്റി നമ്മളെ പുറകോട്ടൊന്ന് വലിക്കത്തില്ലേ? ഇനി അതും പോട്ടെ, നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കാം നമ്മളുടെ നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് എന്ത് സംഭവിച്ചുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ സിക്നെസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നൂറ് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരുമ്പം നമ്മളിങ്ങനെ അവെയർ ആവും. ഓക്കെ. അപ്പം ഞാൻ ഇതാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ദിവസം എത്രത്തോളം നമ്മൾ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോ, ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ തിങ്കിങ്ങിലൂടെ സത്യത്തിൽ നമ്മളെ ലൈഫ് ബെറ്റർ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. സോ നമ്മളത് അവെയർ ആയ ശേഷം നമ്മൾ ആ പാറ്റേണിനെ അങ്ങ് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഹോപ്പ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് ബെറ്റർ ആവില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതുപോലെ തന്നെ കുറച്ചും കൂടെ നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങുക, മൂവ് ടു ആക്ഷൻ. സോ നമ്മൾ ആദ്യം വേണ്ടത് ആ ഒരു സെൽഫ് അവയർനെസ് ആണ്. നമ്മൾ പറയാനുള്ളത് ജസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ആരോടോ വെന്റ് ഔട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മൾ 24 മണിക്കൂർ ഈ ഒരു പാറ്റേണിൽ കൂടെ നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കി അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ പോസിറ്റീവ്, ആ ഒരു സ്പേസിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസും ഒക്കെ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കുറച്ചും കൂടെ ലൈഫ് ബെറ്റർ ആക്കണം എന്നാണ് എനിക്ക് ഇന്നത്തെ ഒരു സെൽഫ് കെയർ ടിപ്പായിട്ട് പറയാനുള്ളത്. സോ നമുക്ക് നാളത്തെ സെൽഫ് കെയർ ടിപ്പുമായി നാളെ കാണാം. 9ാമത്തെ സെൽഫ് കെയർ ടിപ്പിനെ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ.